അങ്ങനെ ഞങ്ങൾ ലോഡ് കയറ്റാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി കയറ്റെന്ന് പറഞ്ഞു, രാത്രി കയറ്റില്ല, സാധനം പാക്ക് ചെയ്തായിട്ടില്ല. ഉലുവയും കടുകുമാണ് നമ്മളെ ലോഡ്. കടുകും ഉണ്ട് ഇതിൽ. കടുകാണ്, കടുക് കടുക് കടുകാണ് ഗൈസ്, കടുക് കടുക്. ചാക്കാക്കിട്ട് വേണോ? യെസ്, ഉലുവ കടുക് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. കടുകാണ് ഈ കുന്നുപോലെ കൂട്ടിയിട്ടുണ്ട്. കടുക് കടുക് ഇതാ ആ പൈപ്പിലൂടെ വരും. ഫിൽട്ടർ ചെയ്ത് കണ്ട് കല്ല് ചളികളും മണ്ണുകളൊക്കെ ഫിൽട്ടർ ചെയ്ത് ഇവിടെ വന്ന് ചാടും. മണൽ കൂട്ടിയിട്ട മാതിരി കൂട്ടിയിട്ട് കഴിഞ്ഞ് ഇവിടുന്ന് ചാക്കാക്കും. കടുകാണ്, കടുക് കടുക്. ഇതൊക്കെ പറഞ്ഞ ആൾക്കാർ തൂമിച്ചുണ്ടാക്കണമല്ലോ. ഒക്കെ കറിക്ക് ഇട്ടിട്ട് വരണപ്പോൾ ഇനി ഇതുപോലെ ആൾ വരുന്ന ഇപ്പോൾ പാക്കാക്കിയിട്ട് വേണം നമുക്ക് കയറ്റാൻ. 500 ചാക്കാണ് നമുക്ക് കയറ്റാനുള്ളത്. 50 കിലോൻ്റെ 500 ചാക്ക്. അതിൽ ഉലുവയുണ്ട്, കടുകുണ്ട്. കടുക് എത്ര ഉലുവ എത്രയെന്ന് നമുക്ക് അറിയില്ല. ഞങ്ങൾക്ക് 4 ഡെലിവറിയാണ് പറഞ്ഞിട്ടുള്ളത്. ആലുവ, കാലടി, കോട്ടയം, മഞ്ചേരി. ആദ്യം മൂവാറ്റുപുഴ പറഞ്ഞതിന് മൂവാറ്റുപുഴ ക്യാൻസലായി, ഇപ്പം മഞ്ചേരി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പാണ്ടിക്കാട്ടുകാരാണ്, ഞങ്ങൾക്ക് വീട്ടിൽ പോകാനൊക്കെ സുഖമാണ്. ഇവിടുന്ന് 4 ഡെലിവറിയാണ് നമുക്ക് നാട്ടിലേക്ക് ലോഡ്. ഏകദേശം 2600, 2500, 2700 കിലോമീറ്റർ വരും. ലൊക്കേഷനിൽ നോക്കിയാൽ കറക്റ്റ് കാണിക്കില്ല. നമ്മൾ ലൊക്കേഷനിൽ കാണിക്കുമ്പോൾ കമ്മിയും വണ്ടി ഓടിയെത്തുമ്പോൾ കൂടുതലായിരിക്കും. എപ്പോഴും 100 കിലോമീറ്റർ 50 കിലോമീറ്റർ. അപ്പോൾ കറക്റ്റ് അറിയില്ല. ഏകദേശം എന്തായാലും 2600, 2500 കിലോമീറ്റർ വരും നാട്ടിലോട്ട്. 1.5 ലക്ഷം രൂപയാണ് നമുക്ക് വണ്ടിക്ക് വാടക. ഒരു ടണ്ണിന് 6000 രൂപ. അങ്ങനെ 25 ടണ്ണ് ലോഡാണ് നമുക്കുള്ളത്. 1.5 ലക്ഷം രൂപയാണ് വാടക വണ്ടിക്ക്. വേഗം കയറ്റാൻ നോക്കടാ. ഇന്നലെ വന്നിട്ട് കയറ്റം തന്നെയാണ് വിളിച്ചു വരുത്തിയത്. ഇനിയിപ്പോൾ അതൊക്കെ പാക്കാക്കി കയറ്റി ഇന്ന് രാത്രിയാവും. ഇത് ഉലുവയാണ്. ഉലുവ 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 ഇവിടെ ലൂസാക്കല്ല, ചാക്കിൽ ആക്കുകയാണ് പറഞ്ഞത്. ഈ പൈപ്പിലൂടെ വരും ഒരു ടാങ്ക്.